സ്ട്രേഞ്ചർ തിങ്സ് 5-ാം സീസൺ നമ്മെ ഞെട്ടിക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ വോളിയം 1-ന്റെ അവസാന നിമിഷങ്ങളിൽ കണ്ട കാര്യങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതായിരുന്നില്ല. വെക്നയെ തോൽപ്പിക്കാൻ വില്ലിൻ തന്റെ ശക്തികൾ ഒരു വലിയ ആയുധമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന വെളിപ്പെടുത്തൽ പ്രേക്ഷകരെ ഒന്നടങ്കം അമ്പരപ്പിച്ചു കളഞ്ഞു. വെക്നയുടേതിന് സമാനമായ ശക്തികൾ ഉപയോഗിച്ച് വില്ല് തന്റെ കൂട്ടുകാരെ ഡെമോഗോർഗണുകളിൽ നിന്ന് രക്ഷിക്കുന്നത് സ്ട്രേഞ്ചർ തിങ്സിലെ തന്നെ ഏറ്റവും മികച്ച നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. 11 തന്റെ കഴിവുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഹോക്കിൻസിലെ മറ്റൊരു കൂട്ടുകാരൻ അപ്സൈഡ് ഡൗണിലെ ഭീകരതകൾക്കെതിരെ അമാനുഷിക ശക്തി പ്രയോഗിക്കുന്നത് ആദ്യമായാണ്. പക്ഷേ വില്ലിന്റെ ശക്തികൾ 11-േതിൽ നിന്ന് വ്യത്യസ്തമാണ്. വില്ലിന് ശക്തികൾ ലഭിച്ചതിനെക്കുറിച്ച് ഡഫർ ബ്രദേഴ്സ് ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ഈ ശക്തികൾ എങ്ങനെയുള്ളതാണെന്നും അതിന്റെ പരിമിതികൾ എന്തൊക്കെയാണെന്നും വില്ല് തന്നെ വിശദീകരിക്കുന്നുണ്ട്. വില്ലിന്റെ ശക്തികൾ 11-നെപ്പോലെയോ ഹെൻറിയെപ്പോലെയോ ജന്മസിദ്ധമല്ല. അവൻ എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാനും കഴിയില്ല. പകരം വെക്നയുടെ ശക്തികൾ മോഷ്ടിക്കുകയാണ് വില്ല് ചെയ്യുന്നത്. ഇതിനായി വില്ല് ഹൈവ് മൈൻഡുമായി നേരിട്ട് ബന്ധപ്പെടണം. സീസൺ 5-ലെ 4-ാം എപ്പിസോഡിൽ വെക്ന നേരിട്ട് വന്നപ്പോൾ ആ സാമീപ്യം ഉപയോഗിച്ച് വില്ലിന് വെക്നയുടെ ശക്തികളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. വില്ലിന് എപ്പോഴും ഈ ശക്തികൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൂട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് പ്രായോഗികമായ തടസ്സങ്ങളുണ്ട്. കൃത്രിമമായി ഹൈവ് മൈൻഡ് സൃഷ്ടിച്ച് വില്ലിനെ സഹായിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം. സീരീസിന്റെ ക്ലൈമാക്സിൽ വെക്നയെ വീഴ്ത്താൻ വില്ലിന് ഹൈവ് മൈൻഡിന്റെ സാമീപ്യം അനിവാര്യമാണ്. അവർ ഇപ്പോൾ അപ്സൈഡ് ഡൗണിന്റെ ഉള്ളിലേക്ക് പോയിക്കഴിഞ്ഞതിനാൽ ഇതിനുള്ള സാഹചര്യം ഒത്തുവന്നേക്കാം. അവസാന യുദ്ധത്തിൽ 11-നോടൊപ്പം ചേർന്ന് വില്ലും ഒരു വലിയ പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ വെക്ന കൊല്ലപ്പെട്ടാൽ വില്ലിന്റെ ഈ ശക്തികൾ ഇല്ലാതാകുമോ അതോ അവനിൽ തന്നെ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നിഗൂഢത തുടരുന്നു.